ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കൊടൈക്കനാലിലേക്കാണ് കേട്ടോ. പഴനിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ഞങ്ങൾ കൊടൈക്കനാലിലേക്കാണ് കേട്ടോ പോയത്. സത്യം പറഞ്ഞാൽ പോണ വഴിക്ക് നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം പഴനി സൈഡൊക്കെ നല്ല വെയിലും ഇങ്ങോട്ട് മഴക്കാറും ആയിരുന്നു. പിന്നെ ഇത് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഒരു ഫോട്ടോ പോയിൻ്റാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകുന്നത്. അപ്പോൾ അതേ മഴക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ, മഴയൊക്കെ താഴെ വന്നായിരുന്നു. അപ്പോൾ അതേ പഴനി സൈഡൊക്കെ നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ ഈ ചുരം കയറിനനുസരിച്ച് നമുക്ക് നല്ല മഴക്കാർ കിട്ടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കടയിൽ നിർത്തി. അപ്പോൾ അവിടെ വെച്ച് കണ്ട കുതിരയോ കഴുതയോ എനിക്കറിയില്ല. പിന്നെ അതേ കുറേ പഴങ്ങളൊക്കെ മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ. പൊളി വൈബ്, ചായയും ഒരു സിഗരറ്റ്, മഴയും തണുപ്പും മഴയും. തണുപ്പും മഴയും എല്ലാം ഉണ്ട്, ഒന്നും പറയണ്ട. ചൂടുണ്ടോ? പിന്നെയും ഞങ്ങളിതേ കൊടൈക്കനാലിലേക്ക് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. നല്ല മഴക്കാറൊക്കെ ഉണ്ട്. മഴ ഒന്ന് കുറഞ്ഞു നിന്നാലും നല്ല മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ട് വന്നിട്ടോ. ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. അങ്ങനെ ഗായ്സ് ദേ നമ്മൾ കൊടൈക്കനാലിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ ദേ കൊടൈക്കനാൽ ജംഗ്ഷനിൽ നിർത്തിയപ്പോൾ ഒരു അമ്പലം കണ്ടായിരുന്നേ. അമ്പലത്തിൻ്റെ വാതിക്ക് തന്നെ കുറേ പൂക്കടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ കൊടൈക്കനാൽ റൂമൊക്കെ എടുത്തിട്ടോ. ഹോട്ടൽ റിഫായി എന്നാണ്. അപ്പോൾ അതേ നമ്മൾ റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്ത് നേരെ നമ്മുടെ റൂമിലേക്ക് പോവാം കേട്ടോ ഗായ്സ്. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ റൂമിലെത്തിയായിരുന്നു. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത റൂമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിന് ഒരു ജനൽ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജനലിലൂടെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് നോക്കി എന്തെങ്കിലും ഒരു വിഷ്വൽ എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അധികം വിഷ്വലൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് നമ്മുടെ റൂമിൻ്റെ വിഷ്വൽ. അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷായി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ഒരു മാഗി കടയിലൊക്കെ കയറിയിട്ട് ഒരു മാഗി ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് മാഗി കിട്ടി ഗൈസ്. മാഗിയൊക്കെ കഴിച്ചു. പിന്നെ അവിടുത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വന്നത് കുറച്ച് ചിക്കനും കാടയും അതുപോലെ മീനൊക്കെ വെച്ചേക്കുന്ന ഒരു കടയിലാണ് കേട്ടോ. അവിടെ നിന്ന് 2 മീൻ ഞങ്ങൾ വറുത്ത് വാങ്ങിച്ചായിരുന്നു. ഇത് എന്തുവാ? ആവോലി. പ്ലേറ്റ് കിട്ടിയില്ല ഗൈസ്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ തന്നെ വെച്ച് കഴിക്കാൻ പോകും. ഒരു ബിയർ വാങ്ങിച്ചു. തണുപ്പൊക്കെ ഒരു സുഖം. പറപ്പലിൽ നിന്ന് 2 രൂപ.
Cheers. ഇത് നമ്മുടെ നത്തോലി ഫ്രൈ. ഫ്രൈ ആണ് ഗൈസ്. ഇത് കുറച്ച് തിന്നു guys. പൊങ്ങൂല guys. ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കൂ. കഴിച്ചു പോയി ഗൈസ്. വാല് വിട്ടു പോകും ഗൈസ്. കാല് വിട്ടു guys. അവനെ എടുക്കാൻ പറ്റില്ല. ഫോട്ടോ ഉണ്ടോ? ഇത് നമ്മുടെ തമിഴ്നാട് അച്ചാർ. ഈ ഉപ്പിന് വരെ കൊണ്ടുവന്ന് അച്ചാറ്. പിന്നെ വേറെ അച്ചാർ. വെള്ളം അടിക്കുമ്പോഴേ എപ്പോഴും അച്ചാറ് വേണം. സത്യം വേറെ അച്ഛൻ പിടിച്ച ഇതൊരു ടേസ്റ്റ് വേറെ അല്ല. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾ പൊളിച്ചു ഗൈസ്. രാവിലെ ഷൂട്ടുള്ള കൊണ്ടിട്ട് നേരത്തെ എഴുന്നേക്കണം, അതുകൊണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ കിടന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. പാക്കപ്പായതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കറങ്ങാൻ വേണ്ടി പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് കാണുന്ന വഴികളിലൊക്കെ നിർത്തി ഞങ്ങൾ കുറേ പൂക്കളുടെയും കുറേ മലകളുടെയൊക്കെ വീഡിയോസ് എടുത്തു ഗൈസ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഗ്രീൻ വാലി വ്യൂവിൽ നിർത്തിയായിരുന്നു. നല്ല കോടയായതുകൊണ്ട് അങ്ങോട്ടുള്ള വിഷ്വലൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. കിട്ടിയതാകെ കുരങ്ങുകളെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കുരങ്ങിനെയും അത്യാവശ്യം നല്ല തണുപ്പും കോടയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേക്കും കാണുന്ന കുറേയേറെ മിഠായികളുണ്ട്. ഇപ്പം അതൊന്നുമില്ല. ഇതുപോലത്തുള്ള കാശ് മിഠായി, പുളിജാമ്, അങ്ങനെ കുറേയേറെ മിഠായികൾ കണ്ടിട്ടോ ഗൈസ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തു. പഴയ സമയത്ത് എൻ്റെ ഒരു ഫേവറേറ്റ് ആയ ഒരു മിഠായിയാണ് കേട്ടോ ഇത്. ആ ടേസ്റ്റൊന്നുമില്ല അതിന്, പക്ഷേ ഇപ്പോഴത്തായിട്ടുള്ള അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ഞാൻ 2 എണ്ണം ഇങ്ങോട്ട് വാങ്ങിച്ചു. ഇതേ നമ്മുടെ പുളിജാമൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ തരം മിഠായിയും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മിഠായിക്കടയിൽ കയറി മിഠായിയൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ദേ അവിടെ നമ്മുടെ ഊട്ടിപ്പൂവ് ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു. പുള്ളി പറഞ്ഞത് ആ ഒരെണ്ണത്തിന് 100 രൂപയെന്നാണ്. ഞങ്ങൾ നല്ലൊരു ഭംഗിയുണ്ടായതുകൊണ്ട് ഞങ്ങളിത് ഇങ്ങോട്ട് വാങ്ങിച്ചായിരുന്നു. വ്യൂ പോയിൻ്റ് കണ്ടുവന്ന വഴിക്ക് തന്നെ കുറച്ചിങ്ങോട്ട് നടപ്പുണ്ട്. നടന്നു വന്നപ്പോൾ തന്നെ ഞങ്ങൾ വിഷമിച്ചു. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ അത്യാവശ്യം വിശ്രമമൊക്കെ എടുത്തിട്ടാണ് കേട്ടോ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ മൂവ് ആയത്. അപ്പോൾ ദേ നമ്മൾ ഗ്രീൻ വാലിയിൽ എത്തി കേട്ടോ. ആഹാ, എന്താ രസം കാണാൻ. എന്തെടുക്കോ ഇതെന്താണ് സംഭവം? അതൊന്നും തന്നെ നോക്കട്ടെ. ഇത് എവിടെ നിന്ന് എടുത്ത്? ഇതാ മരത്തിന്നാന്ന് തോന്നുന്നു ഗൈസ്. കൊള്ളാം. ഇതെന്നാണ് ബൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ പോകുന്ന വഴി നമ്മളിതേ ഗുണാക്കേവ് കണ്ടിട്ടോ, പക്ഷെ കയറാൻ പറ്റില്ല, നല്ല മഴയായിരുന്നത് കൊണ്ട്. അങ്ങനെ ദേ മഴയും മഞ്ഞൊക്കെ കൊണ്ട് ഞങ്ങളിതേ കൊടൈക്കനാൽ മല ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ വരുന്ന വഴിക്ക് ഇതേ അമ്പലത്തിൽ എന്തോ പരിപാടിയൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലെ അവിടെ ഉത്സവമൊക്കെ ആയിരിക്കും, അവരുടെ ഒരു ആഘോഷം. അങ്ങനെ ദേ അമ്പലത്തിലെ പരിപാടിയൊക്കെ കണ്ടിട്ട് നമ്മൾ നമ്മുടെ കൊടൈക്കനാൽ മലനിരകൾ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.
ഓക്കെ ബൈ ബൈ, ഇറ്റ്സ് മീ വൈകാർ.